സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കിടിലൻ വെണ്ടയ്ക്ക ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്ന വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇവനെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലേ വെണ്ടയ്ക്ക തോരൻ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. തേങ്ങ ഇട്ടും തേങ്ങ ഇടാതെയും മുളകിട്ടും മുളകിടാതെയും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തോരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് മാത്രം മതി എനിക്ക് ചോറുണ്ണാൻ, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു നൊസ്റ്റാൾജിയും കൂടി ഉണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് താണ്ട് അടുപ്പിൽ വെച്ചിരുന്ന ചട്ടിയിലോട്ട് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം കടുകും ഇട്ടു. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലൂടെ തട്ടിക്കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് മാത്രം മതി, വേറെ ഒന്നുമില്ലെങ്കിലും ചോറ് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനപ്പം ഇത് വെണ്ടയ്ക്ക എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെണ്ടയ്ക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ എന്താ പറയുക ഒരുമാതിരി ഇങ്ങനെ പശു പോലെ ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് പണ്ട് വെണ്ടയ്ക്ക ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇങ്ങനെ കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പശുപ്പൊക്കെ അങ്ങ് മാറുമെന്ന് കേട്ടോ. അതിനുശേഷം വെണ്ടയ്ക്ക എൻ്റെ ഫേവറേറ്റ് ഡിഷ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പല ഡിഷുകൾ ഉണ്ടാക്കി കഴിക്കുമെങ്കിലും ഇത് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ എന്താ പറയുക ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പേരൻസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഡിഷ് ഇപ്പോഴും ഞാനതിൻ്റെ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഉണ്ടാക്കുന്നു, അതും ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷവും കേട്ടോ. അപ്പോൾ അതാണ്ട് വെണ്ടയ്ക്ക ഞാൻ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം എന്താണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക റെസിപ്പി ഇവിടെ റെഡിയാണ്. വളരെ എരിവ് കൂടുതലോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെ.